ഒരു ഭക്തൻ പ്രശ്നങ്ങളെ നേരിടുന്നത് ഗീതാ ഭാഗവത തത്വം അനുസരിച്ചായിരിക്കും. പൂന്താനം നമ്പൂതിരിപ്പാട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ വിഷമിച്ചു പോവുകയാണ്. പക്ഷേ അദ്ദേഹം അതിൽ നിന്നെല്ലാം തിരിച്ചു വരികയാണ്. ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കാണുകയാണ്. ഭാഗവതത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച മധുര സാക്ഷാത്കാരമാണ് ജ്ഞാനപ്പാനം. അതിമനോഹരമായിട്ടുള്ള ജ്ഞാനപ്പാനം. പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ഇരട്ട കുട്ടികൾ മരിച്ചു, മൂന്നാമത്തെ കുട്ടിയും മരിക്കുമെന്ന് ഭഗവാൻ മുന്നറിയിപ്പ് നൽകി. ആ ഒരു ചിന്തകളിൽ മഗ്നനായിട്ട് വിഷമോ, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ഭാഗവതത്തിൻ്റെ ആ രസാമൃതത്തിൽ പൊങ്ങി പലഴി മന്ഥനം ഹൃദയത്തിൽ നടത്തിയാണ് പൂന്താനത്തിൻ്റെ. ആ മന്ഥനത്തിൽ നിന്നും വരുന്ന അമൃത കുംഭമാണ് ജ്ഞാനപ്പാനം. നമുക്കെല്ലാവർക്കും എന്നെന്നും വെളിച്ചം നൽകുന്ന ആ അമൃത വചനങ്ങൾ പൂർവജന്മത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. ആ ഉയർന്ന കുലത്തിലെ ബ്രാഹ്മണനാണ് എന്നുള്ളൊരു ചെറിയ ചിന്ത പൂന്താനം നമ്പൂതിരിപ്പാടിന് പൂർവജന്മത്തിലുണ്ടായിരുന്നു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ വേഷം മാറി വന്നിട്ടും പാവം പൂന്താനത്തിന് തിരിച്ചറിയാൻ പറ്റിയില്ല. കുറഞ്ഞ നമ്പൂതിരിയിൽ നിന്ന് കൈ കഴുകാൻ വെള്ളം എടുക്കാമോ എന്നൊരു ചിന്ത വന്നു. അതേ തിരുമേനിയിൽ നിന്ന് കൊച്ചുകുട്ടി ആയിട്ട് ഭഗവാൻ വന്നതാണ്. ഭക്ഷണം കഴിച്ചപ്പോൾ കുറഞ്ഞ ബ്രാഹ്മണനാണെന്ന് ചിന്തിച്ചില്ല. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, പരമ പരിശുദ്ധ ഭക്തനായിട്ടുള്ള പൂന്താനം നമ്പൂതിരിപ്പാടിന് ഇങ്ങനെ ഒരു ചെറിയ പിഴവ് സംഭവിക്കുമെങ്കിൽ നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നു? നമ്മൾ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ തൃപ്പാദത്തിലൊരു ധൂളി പോലും അല്ല. ജ്ഞാനപ്പാനയൊക്കെ പാടും, ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ചങ്കുറ്റത്തോടു കൂടി വളരെ ബുദ്ധിമുട്ടാണ്. പൂന്താനം അങ്ങനെ പറഞ്ഞു, അങ്ങനെ വിശ്വസിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോഴും അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളെ മറന്നില്ല, മുറുകെ പിടിച്ചു. പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഇതെൻ്റെ വിധിയാണ്, എല്ലാം ഭഗവാന്റെ തന്നെ നിശ്ചയമാണ്, എൻ്റെ കർമ്മഫലമാണ്. അതുകൊണ്ട് ഇനി ഇതിന് പരിഹാരമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, പ്രശ്നത്തിന് പരിഹാരമൊന്നും വേണ്ട, എന്താണോ ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. ഇനിയുള്ള എൻ്റെ ജീവിതം ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഭാഗവത പാരായണത്തിലെന്ന് ഭാഗവതത്തെക്കുറിച്ച് ചുമ്മാ പാരായണമല്ല കേട്ടോ. അവിടെ പാരായണം എന്ന് ഉദ്ദേശിക്കുന്നത് ശ്ലോകങ്ങളും അതിൻ്റെ വിവർത്തനവും ഭാവാർത്ഥവും അതിമനോഹരമായിട്ട് പൂന്താനം നമ്പൂതിരിപ്പാട് വിവരിക്കുന്നത് കേട്ടിട്ട് വലിയ വലിയ പണ്ഡിതന്മാർ പോലും ഞെട്ടിപ്പോയത്. ഇതെന്തോ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള വിവരണോ? ആ വിവരണം കേട്ടിട്ട് സാക്ഷാൽ മഹാദേവനും പാർവതി ദേവി പോലും കേൾക്കാൻ വരും. കാരണം ആ വരുന്ന ഹൃദയം പരിശുദ്ധ ഹൃദയമാണ്.